സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കേരളത്തിൽ ഇടി കൊണ്ടിട്ടുണ്ടെന്നറിയാം. സുകുമാരക്കുറുപ്പ് പൊക്കവും താടിയുള്ളവരൊക്കെ ഇടി വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിൽ. പലപ്പോഴും ആളുകൾ വളഞ്ഞു നിർത്തി കുനിച്ച് നിർത്തിച്ച് ഇത്തരം വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇത്രയും സ്ട്രോങ് അല്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. കുറേ ഇടി കിട്ടി അവസാനം പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഇടിയും കിട്ടിയിട്ടാണ് ഇയാളെ സുകുമാരക്കുറുപ്പ് അല്ല എന്ന് തെളിയുന്നത്. അങ്ങനെ നിരവധി പേർ കേരളത്തിൽ ആ ഹെയർ സ്റ്റൈൽ ഇല്ലാതെ അതിനെ തുടർന്നാണ് ഇഷ്ടംപോലെ പേര് ഇടി വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽ എന്നാലും ഇയാൾ ഇത് എവിടെ പോയി എന്നുള്ളത് ഒരു ഭയങ്കര പ്രഹേളികയാണ്. ഒരു തലമുറയെ മുഴുവൻ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു സംഭവമാണ്. എത്രയോ ഒരു സമയത്ത് സ്ഥിരമായി സുകുമാരക്കുറുപ്പിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ വാർഷികത്തിന് സ്റ്റോറി വരും, ചാനലുകൾ വരുമ്പോൾ കേരളത്തിലെ 10 പ്രധാനപ്പെട്ട മിനിസ്റ്ററിൽ സുകുമാരക്കുറുപ്പ് എവിടെ. എനിക്കന്ന് ഓർമ്മയുണ്ട്, ഈ സർക്കാർ സുകുമാരക്കുറുപ്പിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അങ്ങനെ പോലും നടന്നിരുന്ന ഒരു കാലത്ത് നിന്നാണ് സുകുമാരക്കുറുപ്പ് എല്ലാവരും മറന്നു തുടങ്ങി. അങ്ങനെ ഭയങ്കര രസകരമായ ആളുകൾ മറന്നുപോയെന്നാണ് ISRO ചാരക്കേസ്. ഇതുപോലെ തന്നെ അത് കുറച്ചുകൂടെ 10 വർഷത്തിന് ശേഷമാണ്. സുകുമാരക്കുറുപ്പ് എന്നാലും ഇയാൾ എവിടെ പോയി കാണും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ഏത് വാർത്തയും ഒരു രസകരമായ വാർത്തയിൽ പ്രാധാന്യം കിട്ടുമായിരുന്നു. പക്ഷേ പിന്നീട് സുകുമാരക്കുറുപ്പിനെ അറിയാവുന്ന ഒരു തലമുറ അങ്ങ് തീർന്നു. അത് ജേർണലിസത്തിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളില്ല അന്ന്. അപ്പോൾ ഇത്തവണ വീണ്ടും ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു ബെയ്റ്റ് പൊങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടെ ശ്രദ്ധിക്കണം. സുകുമാരക്കുറുപ്പിൻ്റെ സിനിമ വന്നു. അപ്പോൾ ഇത് ഭയങ്കര രസകരമായൊരു സംഭവം ആയതുകൊണ്ടാണ്. സുകുമാരക്കുറുപ്പിൻ്റെ കഥ പിന്നെ ആളുകൾ ഓർക്കുന്നത് ഇത് വന്നതിന് ശേഷമാണ്. സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഫയൽ തീർക്കാനായിട്ട് അത് തീർന്നു. അങ്ങനെ ഇനി അയാളില്ല, അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ചേർത്തിട്ടാണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഈ വാർത്ത വരുന്നത്. ഇതിനു മുമ്പ് 96-97 സമയത്താണ് UP ഇയാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സ് രത്നമ്മ വരുന്നത്. ഞാൻ ഒരു സ്ട്രിങ്ങർ വഴി പണ്ട്, അതായത് 98 ഇവരെ സംഘടിപ്പിച്ച് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ UP ഒരു സ്ട്രിങ്ങർ വഴിയൊക്കെ എടുത്ത് അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞത് സുകുമാരക്കുറുപ്പാണ്. അപ്പോൾ അത് സുകുമാരക്കുറുപ്പാണെങ്കിൽ ഇത് സുകുമാരക്കുറുപ്പാവില്ല. കാരണം ഹാർട്ട് പ്രശ്നം, ആരോഗ്യ സംബന്ധമായ വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് സുകുമാരക്കുറുപ്പ് അന്ന് ചികിത്സ തേടി. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആട്ടെ, പക്ഷേ ഇത് സുകുമാരക്കുറുപ്പ് വല്ലാത്തൊരു ബെയ്റ്റാണ്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പ് നമുക്ക് ഒരുപാട് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിന് 80-84 വയസ്സായിരിക്കണം. അപ്പോഴും നമ്മൾ കാണുന്ന സുകുമാരക്കുറുപ്പിൻ്റെ ചിത്രം ചാൾസ് ശോഭരാജ് ചിരിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു പടമാണ്. ഇത് സുകുമാരക്കുറുപ്പ് തന്നെ എന്ന് വിശ്വസിക്കാനാണ് ആ കാലം മുതൽ കുറുപ്പ് എവിടെ പോയി എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന ആളുകൾക്കും മലയാളിക്കും ആ തലമുറയ്ക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം ആളുകൾ വിശ്വസിക്കും. കുറുപ്പ് അങ്ങനത്തെ ഒരു പ്രഹേളികയാണ്. ഇപ്പോഴും ഉറപ്പൊന്നും ആയിട്ടില്ല, പക്ഷേ എന്നാലും ഏതാണ്ട് 99% ഉറപ്പായിട്ടുണ്ട് കുറുപ്പ് അല്ല, അത് വേറൊരു മനുഷ്യൻ തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഏത് കാര്യത്തിലും ഉറപ്പില്ലാതെ ഈ 2 മാസം മുമ്പ് അല്ല വരട്ടെ, അയാൾ മുമ്പേ വരട്ടെ. ഇയാൾ 2 മാസം മുമ്പ് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കയറ്റി വിടണം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അയാളും ബ്രൂണക്കാരനാണ്, അതൊക്കെ ഉണ്ട്. എന്നാൽ അയാൾ മുമ്പിൽ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളത് മുമ്പിൽ വന്നിട്ട് നമുക്ക് അവസാനത്തെ ആണി അടിക്കാം. അജിംസ് അടങ്ങ് അത്രയും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്നത് ഈ സുകുമാരക്കുറുപ്പ് വളരെ എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്ന ഒരു വല്ലാത്ത ബെയ്റ്റാണ്. കുറുപ്പ് അങ്ങനെ ഒരു സംഭവമാണ്. ഒരുപാട് ആൾ എന്നാലും അയാൾ എവിടെ പോയി കാണും. ഇതിന് ഒരു കഥ കൂടെ പറയാം. ഇത് ഇത്രയും വലിയ കോൺട്രവേഴ്സിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിദേശത്ത് പോയി സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അവിടുത്തെ അംബാസഡറെ കാണാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അതും സുകുമാരക്കുറുപ്പ് തന്നെയായിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിൽ മതം മാറി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. കുറുപ്പ് അവിടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചാണ് ഈ ഉദ്യോഗസ്ഥൻ ഗൾഫിൽ പോകുന്നത്. അവിടുത്തെ അംബാസഡറെ, അതായത് ഇന്ത്യൻ അംബാസഡറെയാണ് കാണാൻ പോകുന്നത്. ചുമ്മാ ചെന്ന് കാണാൻ പറ്റുന്ന ആളാണല്ലോ. അത് വലിയ പ്രശ്നമായി, നയതന്ത്ര തലത്തിൽ ഇഷ്യൂ ആയി. പക്ഷേ അപ്പോഴും സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോയത് അന്ന് അദ്ദേഹം ഊരാൻപ്പെട്ട പാട് ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർക്ക് അന്ന് പണി കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർക്ക് പണി കൊടുക്കാനായി സുകുമാരക്കുറുപ്പിൻ്റെ കഥ ഇപ്പോഴും നിൽക്കുക.